ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഗസയിൽ 46 പേരും ലബനാനിൽ 33 പേരും കൊല്ലപ്പെട്ടു. ഗസയ്ക്ക് അടിയന്തര സഹായമെത്തിക്കാൻ US നൽകിയ സമയപരിധി അവസാനിച്ച ശേഷമായിരുന്നു ഇസ്രായേൽ ആക്രമണം. വടക്കൻ ഗസയിലെ ബൈത്ത് ഹനൂനിലെ വീടിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. കമാൽ അദ്വാൻ ആശുപത്രിയിലെ സന്നദ്ധ ഡോക്ടർ ദമ്പതികളും മകളും കൊല്ലപ്പെട്ടതായി ഡയറക്ടർ ഹുസാം അബു സഫിയ പറഞ്ഞു. മുവാസിയിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 11 പേരെയും വധിച്ചു. ശേഷിക്കുന്ന 20 പേർ മധ്യ തെക്കൻ ഗസയിലുണ്ടായ ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഫലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു. വടക്കൻ ഗസയിലെ ജബലിയയിൽ താമസക്കാരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടെ ഇവിടെ ജനവാസം ഇല്ലാതാക്കാനാണ് നീക്കമെന്നാണ് ഫലസ്തീനികളുടെ ആശങ്ക. വീടുകളിൽ നിന്നും ഷെൽട്ടറുകളിൽ നിന്നും ആളുകളെ സൈന്യം പുറത്താക്കുന്നതും ആശങ്കയാണ്. ലബനാനിൽ ബൈറൂത്തിന് സമീപം അപ്പാർട്ട്മെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. മരിച്ചവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. മധ്യ ലബനാനിൽ 8 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം വടക്കൻ ഇസ്രായേലിലെ നഹാരിയയിൽ റോക്കറ്റ് പൊട്ടിത്തെറിച്ച് 2 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഹൈഫ നഗരത്തിലേക്കും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണമുണ്ടായി.